നമസ്കാരം. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് അനുശ്രീ. നമ്മുടെ അയൽവക്കത്തെ പെൺകുട്ടി എന്നാണ് അനുശ്രീ എപ്പോഴും പറയാറുള്ളത്. മലയാളത്തിലെ പുതിയ കാല നടിമാരിൽ ഏറെ ശ്രദ്ധേയാണെന്ന് തന്നെ അനുശ്രീയെക്കുറിച്ച് പറയാനാകും. കാരണം മലയാള തനിമയുള്ള കഥാപാത്രങ്ങളും മോഡേൺ കഥാപാത്രങ്ങളും ഒരുപോലെ ഇണങ്ങുന്ന ഒരു നടി തന്നെയാണ്. പത്തനാപുരം സ്വദേശിയാണ് അനുശ്രീ. നാട്ടിലെത്തിയാൽ സിനിമാ താരത്തിന്റെ അലങ്കാരങ്ങളൊന്നുമില്ലാതെ നാട്ടുകാർക്കൊപ്പം കൂടാനാണ് തനിക്കിഷ്ടമെന്ന് പലപ്പോഴും അനുശ്രീ പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെ ആഘോഷങ്ങളിലും സജീവമാകുന്ന അനുശ്രീയുടെ വീഡിയോയും ഫോട്ടോയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട്. ഡയമണ്ട് നെക്ലേസിലെ രാജശ്രീ നടി അനുശ്രീ അടയാളപ്പെടുത്താൻ ഈ ഒരു സിനിമയും കഥാപാത്രവും മാത്രം മതിയാകും. അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ച അനുശ്രീയുടെ സിനിമയായിരുന്നു അത്. മിനിസ്ക്രീനിലൂടെയാണ് തുടക്കമെങ്കിലും സിനിമയിലേക്ക് എത്തുന്നത് ഡയമണ്ട് നെക്ലേസ് എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെ തന്നെയാണ്. തുടർന്ന് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായ അനുശ്രീ ഇന്ന് മലയാളത്തിലെ ഒരു ലീഡിംഗ് നടിമാരിൽ ഒരാൾ കൂടിയാണ്. മലയാള സിനിമയിൽ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയ അനുശ്രീ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന നടിയുടെ നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങളിലേക്കും വരെ കടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നെക്സ്റ്റ് ഡോർ ഗേൾ ഇമേജിൽ മലയാള സിനിമാ രംഗത്ത് സ്ഥാനം നേടാൻ അനുശ്രീക്ക് കഴിഞ്ഞു. ആദ്യ സിനിമയായ ഡയമണ്ട് നെക്ലേസിൽ അങ്ങ് ക്ലച്ച് പിടിച്ചതോടെ പിന്നെ താരത്തെ പിടിക്കാൻ കിട്ടിയില്ല. അത്രത്തോളം ഉയരങ്ങളിലേക്ക് താരം എത്തുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതേ തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് അനുശ്രീക്ക് കൂടുതലും ലഭിച്ചത് തന്നെ. എന്നാൽ ഇതിഹാസ എന്ന സിനിമയിലൂടെ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ അനുശ്രീക്ക് കഴിഞ്ഞിരുന്നു. കോമഡി നന്നായി ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലെ ചുരുക്കം നടിമാരിൽ ഒരാൾ കൂടിയാണ് അനുശ്രീ എന്ന് പറഞ്ഞു വെക്കുന്നതായിരുന്നു അത്. ചന്ദ്രേട്ടൻ എവിടെയാ ഉൾപ്പെടെയുള്ള സിനിമകളും അനുശ്രീ തിളങ്ങിയിട്ടുണ്ടായിരുന്നു. കരിയറിൽ കയറ്റിയിറക്കങ്ങൾ അനുശ്രീക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും എടുത്തു പറയാൻ ഒരു ഹിറ്റ് സിനിമയൊന്നും നടിക്കുണ്ടായിട്ടില്ല. എന്നാൽ 2012 മുതൽ 2025 വരെ കരിയറിൽ നായക നടിയായി സാന്നിധ്യം അറിയിക്കാൻ അനുശ്രീക്ക് കഴിയുന്നു എന്നത് ഒരു ചെറിയ കാര്യമായിട്ട് എടുത്തു കാണാനും കഴിയില്ല. 34-കാരിയായ അനുശ്രീ വിവാഹം ഇതുവരെ കഴിച്ചിട്ടുമില്ല. വിവാഹത്തിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഒരു ചർച്ചയിലേക്ക് തന്നെ വെക്കാം. ഇപ്പോൾ പറയുന്നത് അനുശ്രീയുടെ മറ്റു ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ തന്റെ സൗഹൃദങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമാണ് നടി തുറന്ന് സംസാരിക്കുന്നത്. ഹെയർ സ്റ്റൈലിസ്റ്റുമാരായ സജിത്, സുജിത് എന്നിവരുമായുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് അനുശ്രീ വ്യക്തമാക്കുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ ഈ സുഹൃത്തുക്കളെ കുറിച്ചുള്ള സംസാരങ്ങളെല്ലാം. സങ്കടവും സന്തോഷവും ഇൻസെക്യൂരിറ്റികളും പ്ലാനുകളും എല്ലാം സജിത്തിനോടും സുജിത്തിനോടും പറയാറുണ്ട്. ആ ലോൺ എടുക്കണോ, ഗോൾഡ് പണയം വെക്കണോ, കിഡ്നി കൊടുക്കണോ തുടങ്ങിയ എല്ലാം ഇരുവരോടും സംസാരിക്കാറുണ്ടെന്നും അനുശ്രീ ചിരിയോടെയാണ് പറയുന്നത്. വീട് പണിയുടെ സമയത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തവരാണ് സജിത്തും സുജിത്തും എന്നും അനുശ്രീ വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് ലോണുകൾ ഉണ്ടെന്ന് തുറന്നു പറയാനും അനുശ്രീ മടിക്കുന്നില്ല. നിങ്ങളൊക്കെ വിചാരിക്കുന്നതിന്റെ അപ്പുറമാണ്. 2 കിഡ്നി ഉണ്ട്, ഒരു കിഡ്നി മതിയല്ലോ എന്ന് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, മുഴുവൻ ലോണിന്റെ മേലുള്ള കളിയാണെന്നാണ് അനുശ്രീ പറയുന്നത്. സംവിധായകൻ ലാൽ ജോസിനെ കുറിച്ചും അനുശ്രീ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇൻസെക്യൂർ ആയിരിക്കുമ്പോൾ അവരെ പൊക്കിക്കൊണ്ട് വരിക എന്ന് ലാൽ ജോസ് സാറിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നീടുള്ള വഴികളിലാണ് എന്നിലേക്ക് ഒത്തിരി പേർ വന്നതും കൂട്ടുകാരൊക്കെ ആയതും. ഒരു പക്ഷേ ആ സമയത്ത് എന്നെക്കുറിച്ച് സാറിന് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. സാർ എത്രയോ നായികമാരെ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ വരുന്ന സമയത്ത് സാർ എത്രയോ തിരക്കുള്ള ആളാണ്. പക്ഷേ ഞാൻ വിളിച്ച് കരയുന്ന സമയത്ത് അരമണിക്കൂറായി തിരക്കുണ്ട് എന്ന് സാർ പറഞ്ഞിട്ടില്ല. ഞാൻ കഥകൾ പറഞ്ഞ് ഓക്കെ ആകുന്നത് വരെ കേൾക്കാൻ ലാൽ ജോസ് സാർ തയ്യാറായെന്നും അനുശ്രീ ചൂണ്ടിക്കാട്ടി. താൻ സിനിമാ രംഗത്തേക്ക് വന്ന കാലത്ത് നാട്ടിലെ ചില ആളുകൾ തെറ്റായി പലതും സംസാരിച്ചിരുന്നു എന്നാണ് അനുശ്രീ പറയുന്നത്. വളരെ വിഷമം തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരുടെ അടുത്താണ് ഇത് പറയേണ്ടതെന്ന് അറിയില്ല. പറയാൻ ആകെയുണ്ടായിരുന്ന ആൾ ലാൽ ജോസ് സാറായിരുന്നു. സങ്കടം വരുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് കരയും. വീട്ടിൽ വെച്ച് കരഞ്ഞാൽ ഇത്രയും സങ്കടമാണെങ്കിൽ നീ പോകേണ്ടെന്ന് പറയും. അതിനാൽ ലാൽ ജോസ് സാറോടാണ് അന്ന് താൻ എല്ലാം സംസാരിച്ചിരുന്നെന്ന് നടി വ്യക്തമാക്കുന്നുണ്ട്. നിന്നെ കുറ്റം പറയുന്നവർ നാളെ നിന്റെ ബന്ധുക്കളാണ് എന്ന് പറയുന്ന കാലം വരുമെന്ന് ലാൽ ജോസ് സാർ പറഞ്ഞിരുന്നു. അത് സത്യമായെന്നും അനുശ്രീ പറയുന്നുണ്ട്. അനുശ്രീയുടെ ആദ്യ സിനിമ ഡയമണ്ട് നെക്ലസ് സംവിധാനം ചെയ്തത് ലാൽ ജോസ് ആണ്. പിന്നീട് ഇദ്ദേഹത്തിന്റെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന സിനിമയും ചെയ്തു. ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് അനുശ്രീയെ ലാൽ ജോസ് കണ്ടെത്തുന്നത്. അതേസമയം തന്നെ ഇതേ ഇന്റർവ്യൂവിൽ ദിലീപിനെ കുറിച്ചും അനുശ്രീ സംസാരിക്കുകയുണ്ടായി. 2015 പുറത്തിറങ്ങിയ ചന്ദ്രേട്ടൻ എവിടെയാ എന്ന സിനിമയിൽ ദിലീപായിരുന്നു നായകനായിട്ട് എത്തിയത്. നടിയായി എത്തിയത് നമിത പ്രമോദും അനുശ്രീ തന്നെയായിരുന്നു. ആ 2015 മുതൽ ഇതുവരെയും അനുശ്രീയുടെ അടുത്ത സുഹൃത്താണ് ദിലീപ്. ദിലീപുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അനുശ്രീ സംസാരിക്കുകയുണ്ടായി. ദിലീപേട്ടൻ ഫാമിലിയാണ്. എന്തുണ്ടെങ്കിലും എന്ത് വിഷമവും പറയാൻ സ്പേസ് തന്നിരിക്കുന്ന ആളാണ്. ചന്ദ്രേട്ടനാണ് ഞങ്ങൾ ചെയ്ത സിനിമ. അന്ന് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷൂട്ടിന്റെ സമയത്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തോട് കൂട്ടുകൂടിയത്. ഇത്ര വർഷങ്ങളായിട്ടും അതങ്ങനെ തന്നെ പോകുന്നു. ദിലീപേട്ടൻ മാനേജറും ഡ്രൈവറുമായ അപ്പുണ്ണിച്ചേട്ടനും ഞങ്ങളുടെ ബാച്ചാണ്. ഞങ്ങൾ കുടജാദ്രിയൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് യാത്രയ്ക്കൊപ്പം പുള്ളിയെ വേണമെങ്കിൽ ഞാൻ ദിലീപേട്ടനെ വിളിക്കും. പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും എന്റെ കുടുംബത്തെ പോലെ കരുതാൻ പറ്റുന്ന ആളാണ് ദിലീപേട്ടൻ. ഒരാൾ
ഒരാളോട് സഹകരിക്കുന്ന കാര്യമാണ് ദിലീപേട്ടനിൽ നിന്നും പഠിക്കാനുള്ളത്. പ്രൊഫഷണൽ സ്പേസ് മാത്രമല്ലാതെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അവരെ കൊണ്ടുവരും. കുറെ ആൾക്കാർക്ക് മുഖംമൂടി ഇമേജ് ഉണ്ടെന്ന് പറയാറുണ്ട്. അതൊന്നുമില്ലാതെ ഒരാളെ പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുവന്ന് കരുതൽ കൊടുക്കാൻ പറ്റുന്നത് പുള്ളിയിൽ നിന്ന് കണ്ടു പഠിക്കേണ്ടതാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പുള്ളി അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിട്ടും ഇപ്പോഴും നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് സത്യമുണ്ടായിരിക്കണം. അത് പുള്ളി ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും അനുശ്രീ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ നടൻ ഉണ്ണിമുകുന്ദനെ കുറിച്ചും അനുശ്രീ സംസാരിക്കുകയുണ്ടായി. ഞങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പ് കേട്ട് ഞങ്ങൾക്ക് മടുത്തു. ഇനി ആരെയും വെച്ച് എന്നെക്കുറിച്ച് ഒന്നും പറയരുതെന്ന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞെന്ന് തോന്നുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല. സിനിമയിൽ കല്യാണം കഴിക്കാത്ത 2 പേരെ കല്യാണം കഴിപ്പിക്കുക എന്നത് ആൾക്കാരുടെ ആചാരമാണെന്നും അനുശ്രീ ചിരിയോടെ പറഞ്ഞു. ഒരുപാട് ആളുകളുടെ ക്രഷാണ് ഉണ്ണിമുകുന്ദൻ എന്നും അനുശ്രീ വ്യക്തമാക്കുന്നുണ്ട്. ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയുടെ മികച്ച തുടക്കമാണ് അനുശ്രീക്ക് ലഭിച്ചത്. ഇതിഹാസ, മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ റോളുകളും ചെയ്തിരുന്നു. കരിയറിൽ വിജയപരാജയങ്ങൾ ഒരുപോലെ അനുശ്രീക്ക് ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും എടുത്തു പറയാൻ ഒരു ഹിറ്റ് സിനിമയും അനുശ്രീക്ക് ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു ആ കാര്യം. അതേസമയം 2012 മുതൽ 2025 വരെ കരിയർ നായക നടിയെ സാന്നിധ്യം അറിയിക്കാനും അനുശ്രീ കഴിഞ്ഞു. 34-കാരിയായ അനുശ്രീ വിവാഹം ചെയ്തിട്ടില്ല. ഇതേക്കുറിച്ചും നടി സംസാരിക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കാൻ തനിക്ക് മടിയുണ്ടെന്ന് അനുശ്രീ വ്യക്തമാക്കുന്നുണ്ട്. 34 വയസ്സായി. ഈ 34 വയസ്സ് വരെ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് ഇനി എനിക്ക് വേറൊരിടത്ത് പോകാൻ വയ്യ എന്നാണ് അനുശ്രീ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും നമുക്ക് നോക്കാമെന്നും വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അനുശ്രീ പറയുന്നത്. മാത്രമല്ല, അടുത്ത കാലത്തായി മിക്ക അഭിമുഖങ്ങളിലും അനുശ്രീക്ക് നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം വിവാഹത്തെക്കുറിച്ച് തന്നെയാണ്. ഈ ചോദ്യത്തിൽ പലപ്പോഴും താരം പ്രതികരിച്ചതും ഈ രീതിയിൽ തന്നെയാണ്. മാത്രമല്ല, അനുശ്രീ പ്രണയത്തിലാണെന്നും വിവാഹിതയാവാൻ പോവുകയാണെന്നും ഗോസിപ്പുകളും വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേര് വരുന്നത് നടൻ ഉണ്ണിമുകുന്ദന്റെ പേരിനൊപ്പം പലപ്പോഴും അഭ്യൂഹങ്ങൾ പ്രചരിച്ചതാണ്. ഇതിനെതിരെ ഉണ്ണിമുകുന്ദനും അനുശ്രീയും പലപ്പോഴും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകർ അടങ്ങുന്ന ലക്ഷണമില്ലായിരുന്നു. അനുശ്രീയെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് നടൻ ഉണ്ണിമുകുന്ദന്റെ പേരിൽ തന്നെയാണ്. ഉണ്ണിമുകുന്ദനും അനുശ്രീയും പ്രണയത്തിലാണോ എന്നായിരുന്നു പലരുടെയും സംശയം. ഇവർ ഒരുമിച്ച് ഒരു വേദിയിൽ പലപ്പോഴും കാണുന്നതും പിന്നെ ഒരേ രാഷ്ട്രീയ നിലപാടുകളും താല്പര്യങ്ങളും അനുശ്രീയുടെ പുതിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചിൽ ഉണ്ണിമുകുന്ദൻ വന്നതും ഒക്കെ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ളൊരു സംശയത്തിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. മാത്രമല്ല, എന്നാൽ തങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ബന്ധമൊന്നുമില്ല, ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് എന്നൊക്കെ അനുശ്രീയും ഉണ്ണിമുകുന്ദനും പലപ്പോഴും പറഞ്ഞെങ്കിലും പ്രേക്ഷകർക്ക് അതിലൊരു വിശ്വാസ്യത ഇല്ല. പിന്നെ താൻ പ്രണയത്തിലല്ലെന്ന് അനുശ്രീ പറയുന്നുണ്ട്. നാട്ടുകാരും വീട്ടുകാരും പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷ വാർത്തയ്ക്ക് വകയില്ല എന്നും താരം തീർത്തും പറയുന്നു. പ്രണയം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ആ വഴി പോയിട്ടുമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. പ്രണയിക്കാനൊക്കെ ഞാൻ സൂപ്പറാണ്. സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ പ്രണയം ഉണ്ടായതെന്നാണ് അനുശ്രീ പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നയാൾ വേണമെന്നുണ്ടായിരുന്നു. സിനിമയിൽ വന്ന ശേഷം അതിന് കുറച്ചുകൂടി വ്യാപ്തി കൂടി. പ്രൊഫഷനെ മനസ്സിലാക്കണം, നമ്മുടെ രീതികൾ മനസ്സിലാക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. കോംപ്ലക്സ് അടിക്കുകയോ നമ്മൾ ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുകയോ ചെയ്യരുത്. അതല്ലാതെയുള്ള സങ്കല്പങ്ങൾ മാറിയിട്ടില്ലെന്നും അനുശ്രീ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ നടൻ ഉണ്ണിമുകുന്ദനുമായി ചേർത്ത് പലപ്പോഴും അനുശ്രീയെക്കുറിച്ചുള്ള ഗോസിപ്പുകളുടെ കാര്യങ്ങൾ വരുമ്പോഴും അത് 2 പേരും ഒരേ ഒരു സിനിമയിലാണ് 2 പേരും. അത് മാത്രമല്ല, രാഷ്ട്രീയ നിലപാടുകളൊന്നാണ്. അപ്പോൾ ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് പ്രേക്ഷകർ പോകുന്നത്. പക്ഷേ ഇരുവരും എപ്പോഴും പറയുന്നത് ഞങ്ങൾ സൗഹൃദത്തിലാണ് എന്ന് തന്നെയാണ്. പിന്നെ സൗഹൃദങ്ങളെ കുറിച്ച് പറഞ്ഞ 10 പേരടങ്ങുന്ന സംഘമാണ് തന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് നാട്ടിലും കൊച്ചിയിലും ഉള്ളവരാണ്. എല്ലാ കാര്യങ്ങളും അവരോട് പറയും. വർക്ക് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അനുശ്രീ എന്നും വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ കരിയറിൽ മികച്ച സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് അനുശ്രീ. കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിലാണ് നടി ഒടുവിൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി താരത്തിന്റെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ.